കോമഡി ത്രില്ലർ, ഒരു ഡാർക്ക് കോമഡി ജോണർ പോലെ വരുന്നതാണ്. ബേസിൽ ആസ് ഓൾവേസ് നല്ല രസമായിട്ടുണ്ട്. വേറൊരു ലുക്ക് കാണല്ലോ, ഭയങ്കര ഒരു സിഗ്മ മെയിൽ, പക്ഷെ പൂക്കി ഭയങ്കര രസമുള്ളൊരു ക്യാരക്ടർ. ഇൻസ്റ്റാഗ്രാം ട്രെൻഡിങ്ങിലുള്ള പടമാണ്. കുറച്ച് ഈ പറഞ്ഞ പോലെ ഇന്റർവ്യൂസ് അവർ പറഞ്ഞ പോലെ കുറെ പോപ്പ് കൾച്ചർ റെഫറൻസസ് ഒക്കെ ആയിട്ട് ഒരു പടമാണ്. എന്നാൽ ഒരു പാരലി വേറൊരു പ്ലോട്ട് ഉണ്ട്, ഒരു സീരിയൽ കില്ലറുടെ പ്ലോട്ട് ഉണ്ട്. എല്ലാം കൂടി ഡാർക്ക് കോമഡിയാണ്. അതെ, കുറച്ചൊരു ഡാർക്ക് ജോണറിൽ വരുന്ന രസമുള്ളൊരു സാധനം. യൂത്തിന് വേണ്ടി തന്നെ അങ്ങനൊന്നുമില്ല, അങ്ങനെ തോന്നില്ല. എല്ലാവരും കാണാം. വേറൊരു പ്ലോട്ട് ഉണ്ട്. ഇതിലൊരു അപ്പൂപ്പൻ അഭിനയിച്ചിട്ടുണ്ട്, പുള്ളിയനും പൗലോസും ഉണ്ട്. നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. 30 മിനിറ്റ് കഴിയുമ്പോൾ ഒരു കോൺഫ്ലിക്റ്റ് നടക്കും. അത് കഴിഞ്ഞ് പടം ഫുൾ എൻഗേജ് ആണ്. അടിപൊളിയാ. ബേസിന്റെ മൊത്തത്തിൽ കഥ വെച്ച് നോക്കുമ്പോഴൊരു ഇത് എല്ലാവരുടെയും പോർഷൻസ് അടിപൊളിയായിട്ട് നല്ല സിനിമ. പറയാൻ പറ്റില്ല, നല്ല സിനിമയാണ്. ഫാമിലിയും കോമഡിയും. പിന്നെ സുരേഷ് കൃഷ്ണയുടെ വിളയാട്ടം അടിപൊളിയായിട്ടുണ്ട്, നന്നായിരിക്കുന്നുണ്ട്. നല്ല കോമഡി പടം. എല്ലാം മിക്സാ. നല്ലതായിരുന്നു. ഞാനിതിന്റെ ഭാഗമായിട്ടുണ്ട്. അപ്പം എല്ലാവരും ഉറപ്പായിട്ടും കാണുക, സപ്പോർട്ട് ചെയ്യാൻ. പ്രത്യേകിച്ച് ഒരു തമാശയുള്ള വളരെ നല്ല സ്റ്റോറി ആയിട്ടുള്ളൊരു സിനിമയാണ്. നമ്മൾ മുൻപ് കാണാത്തൊരു ബേസിൻ്റെ ഒരു പുതിയ വെർഷൻ കൂടിയുണ്ട്. അപ്പോൾ എന്തായാലും കാണുക, സപ്പോർട്ട് ചെയ്യുക. കോമഡി വർക്കൗട്ട് പോലെ തോന്നുന്നു. പിന്നെ നന്നായിട്ട് അത്യാവശ്യം നല്ല ക്രൗഡിനെ സീരിയൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. തൂക്കുമെന്നല്ല, തൂക്കി. സപ്പോർട്ടീവാണ്. അവരുടെ അഭിപ്രായം പറഞ്ഞതായിട്ട് ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഭയങ്കര സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ഈ കാസ്റ്റിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയത് ഭയങ്കര സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് അവരൊപ്പം നിൽക്കുന്നു എന്നുള്ളത് തന്നെ വലിയൊരു അഭിനയമാണ്. നല്ല ചിരിക്കാനുണ്ട്, കോമഡി ഉണ്ട്. ഇഷ്ടപ്പെടും. എങ്ങനെയുള്ള ക്യാരക്ടറാണ്? കോമഡിയാണ്.